ശ്രുതയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഹോട്ടൽ വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ ഇന്ന് നമ്മൾ ലണ്ടൻ തിരിച്ചു പോകേണ്ടതായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് എവിടെയൊക്കെ കറങ്ങാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി അധികമൊന്നും അറിയില്ല. അപ്പോൾ അവിടെ പോയി എന്തായാലും നമുക്ക് നോക്കാം. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മൾ ആ വണ്ടി ഒന്ന് നിർത്തിയതാണ്. ഋതുവിന് ഭയങ്കര വിശപ്പ്. അപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. നാല് സൈഡും നിങ്ങൾക്ക് മലകളെ കാണാം. ആകാശവും മലകളും ഗ്രീനറിയും അതിന്റെ നടുവിലായിട്ട് ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ്. ഇവിടെ വേറെ ഒന്നുമില്ല ആക്ച്വലി. ഇത് ഒറ്റ ഒരു സാധനം മാത്രമേ ഉള്ളൂ ഇവിടെ. നല്ല കാറ്റിൽ വരുന്ന നല്ല തണുത്ത് നല്ല രസമുണ്ട്. ഊട്ടി മൂന്നാർ പോയിട്ടുള്ള ഒരു ഫീൽ ഉണ്ട്. ഊട്ടി മൂന്നാർ പക്ഷെ തണുപ്പ് ഇത്രയില്ല. ഗുഡാണ് ഈ പ്ലേസ്. എന്താ ഗുഡ്? അകത്ത് വന്നിരുന്നു. എന്താ വെച്ചെങ്കിൽ പുറത്ത് നല്ല തണുപ്പുണ്ട്. 4 ഡിഗ്രിയാണ്. ശരിക്കും കുറച്ചു നേരം പുറത്ത് ഇരുന്നപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ ആകെ തണുത്ത് വരച്ച് തുടങ്ങി. ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നിട്ട് മേടിച്ചതാണ്. ശരിക്കും നാട്ടിലത്തെ ചിക്കൻ കറിയും റൈസും. മാഷ എങ്ങനെയുണ്ട്? നന്നായിണ്ടോ? നല്ല ചൂടായി കൊണ്ടല്ലേ? ചൂട് നമ്മളെ നാട്ടിലത്തെ സ്പൈസസ് ഒക്കെ ഇട്ട പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ശരിക്കും സാമ്പാറിന്റെ ഒക്കെ ഒരു മസാല ഉണ്ടാവില്ലേ, ആ ഒരു മണൊക്കെ പിന്നെ ഞാൻ നോക്കി. മുമ്പും നമ്മള് ഇങ്ങനെ റൈസും കൂട്ടാനും വിളിപ്പിച്ചപ്പോ റൈസ് ശരിക്കും നമ്മളെ നാട്ടിലത്തെ റൈസ് അങ്ങനത്തെയാണ് അല്ലേ? നല്ല ഗ്രേവി ഒക്കെ ആയിട്ട്. പിന്നെ വില ആയാലും 5 പൗണ്ട് 3 പൗണ്ട് 5 പൗണ്ടേ ഉള്ളൂ. കാരണം ലണ്ടനിൽ ഇതേ സാധനം കൊടുക്കണേ 8 പൗണ്ട് തൊട്ട് 12 പൗണ്ട് 15 പൗണ്ട് കൊടുക്കണം. പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ തോന്നുന്നത് ഇവിടെ ഫാർമിംഗ് ആണ് അല്ലേ? അപ്പൊ നമ്മളിപ്പോ വന്നേക്കുന്നത് ആൻട്രിയം കാസൽ ആൻഡ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. മരങ്ങളൊക്കെ കാണുന്നുണ്ടോ? Antrim Castle Gardens. ഇതൊരു സ്റ്റാച്ചു നോക്കടി. ഇതെന്താ സ്റ്റാച്ചു ആണ്? The Massacre Wolf Hound. Save the life of the Lady Marion. Okay. The Massacre Wolf Hound. ഇത് ഇരിക്കാനടി. എന്താണ് ഇങ്ങനെ ഇരിക്കണേ? അതുപോലെയോ? ഓക്കെ. എന്താണ്? ഗാർഡൻ എക്സിബിഷൻ സെന്റേഴ്സ് ഒക്കെയാണ് ഇപ്പൊ ക്ലോസ് ആണല്ലോ. ഇത് ഭയങ്കര വലിയ ഇതാ ഏരിയാസ് ആണ്. നോക്ക്, ഒരു പോണ്ടൊക്കെ കാണാം അപ്പുറത്ത്. നല്ല രസം നമ്മള് കാണാൻ. ഉയർന്ന ട്രീസിന്റെ നടുവിൽ നിന്ന് ഇങ്ങനെ ഒരു നദി പെയ്ത് പോവാണ്. നദിയല്ല, പോണ്ട്. ഇത് നദി ആയിരിക്കില്ല ചേട്ടാ? റിവർ ആയിരിക്കൂല? നല്ല സീനിക്കാ. നോക്ക്, മോളിൽ നിന്നല്ലേ പോണ്ടിന്റെ വ്യൂ. മോളിൽ അതുപോലെ ആ മഞ്ഞ ഇലയൊക്കെ നോക്കൂ, നല്ലൊരു ഭംഗിയാണ്. അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം. ഇത് ഭയങ്കര ഡീപ്പ് ഒന്നും അല്ല. എനിക്ക് ഇവിടുന്ന് ഈ ഉള്ളിലത്തെ കല്ലുകൾ കാണാം. കൂടുതലാണ് മാത്രം. ഈ ലീവ്സ് നോക്ക് എന്ത് ഭംഗിയാണ്. മരം നോക്ക്, ഒരു പ്രത്യേക. ഇത് നല്ല
ഭംഗിയുള്ള സ്ഥലമാണ്. ഇത് ഭയങ്കര ട്രിപ്പ് അഡ്വൈസറിൽ നല്ല റേറ്റിംഗ് ഉണ്ട് ഇതിന്. ഗ്ലാസ് ആണുള്ളത്. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. ഇതെന്തൊരു സാധനം അത്? നോക്കാം. ഇത് ഇവിടെ ഒരു കാസിലിന്റെ നല്ല സമയമാണ്. ഇന്ന് നല്ല വെയിൽ വന്നു പെട്ടെന്ന്, അതുകൊണ്ട് നന്നായി. പക്ഷെ 4 ഡിഗ്രി അല്ലേ? ഓറാണ്. വാവ്, സോ നൈസ്. നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ, നാട്ടിലത്തെ ഇത് ഉണ്ടോ? എന്തൊക്കെ കൊത്തി വെച്ച പോലെ ഉണ്ട്. റിമൈൻസ് ഓഫ് ദ കാസിലിന്റെ റിമൈൻസ് ആണ് ആക്ച്വലി. ഇതാ കാസിലിന്റെ ഇവിടെ ഇവിടെ കണ്ടു. ഇത് പൊളിഞ്ഞു പോയാ തോന്നണോ? 1610 തൊട്ട് ഈ സൈറ്റിൽ ഉണ്ടായിരുന്നു. And it was destroyed by fire in 19. എന്താ ട്രാക്ടർ നോക്കണ്ട? ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ കാസിൽ ഉണ്ടായിരുന്നു, നമ്മളെ തൂണ് കണ്ടില്ലേ അത്, പക്ഷെ അത് ഡിസ്ട്രോയ് ആയി ഫയർ കൊണ്ട്. സോ അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ മൊത്തം ഗാർഡൻസും വുഡും എല്ലാം ആണ്. അതിനെ അവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. Beautiful this place. അത് ശരിയാണല്ലോ, ഒരു പ്രത്യേക ട്രീ ആണ്. പ്രത്യേകതരമാണ്. സന്തോഷമായി ഇവിടെ വന്നപ്പോ. അതെയോ, ദുദുക്ക് സന്തോഷായിട്ടോ. നീ ഓടിപ്പിക്കല്ലേ? സത്യം നല്ല ഭംഗിയാണല്ലേ. ശരിക്കും കുറച്ച് പെട്ടെന്ന് ഞാനും പേടിച്ചില്ല, ഞാൻ മനുഷ്യരും സ്ത്രീയാന്ന് വിചാരിച്ചു. ഇപ്പോ എയർപോർട്ട് തിരിച്ചു പോവാണ്. അതിന്റെ നടുവിൽ നമുക്ക് പെട്രോൾ നിറയ്ക്കണം. വണ്ടി തിരിച്ചു കൊടുക്കുമ്പോ ഫുൾ ടാങ്ക് ആയിട്ടാണ് കൊടുക്കണ്ടേ അല്ലേ? ഫുൾ ടാങ്ക് ആയി എടുക്കും. അതിലടിച്ചു വെച്ചിട്ടുണ്ടാവും. ഫുൾ ടാങ്ക് ആയിട്ട് തിരിച്ചു കൊടുക്കണം. ഓക്കെ. നമ്മൾ എയർപോർട്ട് തിരിച്ചെത്തി. റൈറ്റ് സൈഡ് കാണുന്നതാണ് എയർപോർട്ട്. പക്ഷെ നമ്മൾ മുമ്പ് പെട്രോൾ അടിക്കാൻ പോവാ അല്ലേ? എന്താണ് പെട്രോളിന്റെ റേറ്റ് ഇവിടെ? 113 അല്ലേ? പെട്രോൾ പമ്പ് സെൽഫ് സർവീസ് ചെയ്യണം. MNSന്റെ സിംപ്ലി ഫുഡ്. ബെൽഫാസ്റ്റ് എയർപോർട്ട് ഒന്നുമില്ല. എന്താണ് ബെൽഫാസ്റ്റ്? അതൊക്കെ തുറന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ എപ്പോഴും ആളുകൾ. ഞാൻ ഈ നേരത്തൊക്കെ എന്ത് തിരക്കായിരിക്കും. ആ കൂടി ഒരു ഫ്ലൈറ്റ് 2 ഫ്ലൈറ്റ് വരണത്. അപ്പോൾ അതുപോലെ നമ്മളുടെ അയർലാൻഡ് വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിച്ചെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. So till the next video comes, this is Shruti signing off. Bye bye.